ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയിൽ തയ്യാറാക്കി എടുക്കുന്നത് സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ആണ്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി സെർവ് ചെയ്യാൻ കഴിയുന്ന സേമിയ കസ്റ്റാർഡ് ആണിത്. അപ്പോൾ നമുക്ക് ഈ സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായി വരട്ടെ. നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. നെയ്യ് ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നെയ്യിലേക്ക് 1/4 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ സേമിയ ലോ ഫ്ലെയിമിൽ ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. നമ്മൾ പായസത്തിനൊക്കെ വറുത്തെടുക്കുമല്ലോ, അതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതിയാകും കേട്ടോ. സേമിയ നമുക്ക് ഒരു ചെറിയ അളവിൽ എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ വറുക്കാത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത സേമിയാണ് എടുക്കുന്നതെങ്കിലും നെയ്യിൽ അല്പനേരം വറുത്തതിന് ശേഷം വേണം കേട്ടോ ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോഴായിരിക്കും നമുക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. സേമിയ വറക്കുമ്പോൾ ഈ ഒരു കളർ ചേഞ്ച് വന്നാൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കൂടുതൽ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. വറുത്ത സേമിയ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം പാനിലേക്ക് തന്നെ 1/2 ലിറ്റർ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കാതെ ഫുൾ ഫാറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കി എടുക്കണം. പാല് നന്നായിട്ടൊന്ന് ചൂടായി തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്ത് സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സേമിയ കുക്കായി വന്നതിന് ശേഷം മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസത്തിനൊക്കെ സേമിയ കുക്ക് ചെയ്തെടുക്കുമല്ലോ, അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. സേമിയ ഇവിടെ കുക്കായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കസ്റ്റാർഡ് മിക്സ് റെഡിയാക്കി വെക്കാം. ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇത് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇവിടെ സേമിയ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു ചേരുന്നത് വരെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര നമ്മുടെ മധുരത്തിന് അനുസരിച്ച അളവിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു ടൈമിൽ മധുരം ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിത് തണുപ്പിച്ചിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ മധുരം അല്പം മുകളിൽ നിന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് മധുരം കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കസ്റ്റാർഡ് പൗഡർ താഴെ സെറ്റിലായിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം കേട്ടോ കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിക്കായിട്ട് വരും. ഗ്യാസ് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമേ കസ്റ്റാർഡ് പൗഡറിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ മിക്സ് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചും കൂടി തിക്കാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഈ കസ്റ്റാർഡ് മിക്സിൻ്റെ ചൂടാറുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു വെക്കാം. കസ്റ്റാർഡിൻ്റെ ചൂട് മുഴുവനും പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇനി ഈ കസ്റ്റാർഡിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഈ കസ്റ്റാർഡ് മിക്സിൻ്റെ ചൂട് മുഴുവൻ പോയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ഫ്രൂട്ട്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ കസ്റ്റാർഡ് മിക്സ് 2-3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് തണുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ ഞാൻ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഒരു 3 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആപ്പിളാണ്. ആപ്പിളിൻ്റെ സ്കിൻ റിമൂവ് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫ്രൂട്ട്സിനൊന്നും പ്രത്യേകിച്ച് ഒരളവുകളും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇഷ്ടമുള്ള അളവിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് നന്നായിട്ട് പഴുത്ത മാമ്പഴമാണ്. നല്ല മധുരമുള്ള കുറച്ച് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അനാറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് മാതള നാരങ്ങയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ കസ്റ്റാർഡ് മിക്സ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നീട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ലൂസായിട്ട് വരും.
അഥവാ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് കൂടുതൽ തിക്കായിട്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് തിളപ്പിച്ച പാൽ ചൂടാറിയതിന് ശേഷം ഒരു 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് കൺസിസ്റ്റൻസി ആക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത കുറച്ച് കാഷ്യൂസും കുറച്ച് ബദാമും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്യുകയേ വേണ്ടൂ. നമ്മുടെ ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് ഗ്ലാസ്സിലോ ബൗളിലോ നമുക്ക് സെർവ് ചെയ്യാം. നമ്മുടെ സേമിയ കസ്റ്റാർഡും ഫ്രൂട്ട്സും ഒന്നിച്ച് മിക്സ് ചെയ്യാതെ ഗ്ലാസ്സിലോ ബൗളിലോ സെപ്പറേറ്റ് ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഈ സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ സേമിയ ഫ്രൂട്ട് കസ്റ്റാർഡ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കിഡിലൻ ടേസ്റ്റ് ആണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഉപയോഗിച്ച് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടമാകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സേമിയ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഫ്രൂട്ട് കസ്റ്റാർഡ് എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.